ദെൻ ഈ കാണുന്നത് ട്രാൻസ്വേഴ്സ് വേവും ലോങ്ങിറ്റ്യൂഡൽ വേവുമാണ്, അതിൻ്റെ മോഷനാണ് ഈ കാണുന്നത്. ദെൻ അടുത്ത വേവാണ് സർഫസ് വേവ്സ്. സർഫസ് വേവ്സ് ഓൾസോ നോൺ ആസ് റെയിലേ വേവ്സ് represent an oscillating motion that travels along the surface of a test piece to a depth of 1 wavelength. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവിടെ പാർട്ടിക്കിളിൻ്റെ വൈബ്രേഷൻ എന്നുള്ളത്, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇവിടെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന റൈറ്റ് സൈഡിലോട്ടാണ്, പക്ഷേ പാർട്ടിക്കിളിൻ്റെ വൈബ്രേഷൻ എന്ന് പറയുന്ന ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റാണ്. ഈ കാണുന്ന രീതിയിൽ നിങ്ങൾ ഈ ആനിമേഷൻ നോക്കുക. ഈ ആനിമേഷനിലൊരു നീല ഡോട്ട് നോക്കുക. ആ നീല ഡോട്ട് എന്ന് പറയുന്ന ഒരു എലിപ്റ്റിക്കൽ ഫോർമാറ്റിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ്. അപ്പോൾ ആ എലിപ്റ്റിക്കൽ ഫോർമാറ്റിൽ അത് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളത് എൻറ്റയർ നോക്കാൻ നേരത്ത് ഈ ഒരു രീതിയിൽ വേവ് പ്രൊപ്പഗേഷൻ സംഭവിക്കുന്നു. അപ്പോൾ എലിപ്റ്റിക്കൽ പാർട്ടിക്കിൾ മോഷൻ ഉണ്ടാവുന്നത്. ദെൻ ആ പാർട്ടിക്കിൾ എലിപ്റ്റിക്കൽ രീതിയിൽ കറങ്ങുമ്പോൾ വേവിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ നടക്കുന്നു. A surface wave is a combination of both longitudinal and transverse motion which results in an elliptical motion. നമുക്ക് നോക്കാം. കണ്ടോ, ഈ കാണുന്ന രീതിയിൽ ഇതാണ് റെയിലേ വേവ്. ആ റെയിലേ വേവിൽ കണ്ടോ പാർട്ടിക്കിളിൻ്റെ മോഷൻ എന്ന് പറയുന്നത് ഒരു എലിപ്റ്റിക്കൽ രീതിയിലായിരിക്കും. ഇപ്പോൾ ഈ കാണുന്ന ഫുള്ള് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ ഒരു പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ ആ പാർട്ടിക്കിൾ എലിപ്റ്റിക്കൽ ഫോമിലായിരിക്കും കറങ്ങുന്നത്. ഉണ്ടോ, ഫോർ എക്സാമ്പിൾ ഈ കാണുന്ന ഒരു ഡോട്ട്, ആ ഡോട്ടിൻ്റെ മോഷൻ ഉണ്ടോ എലിപ്റ്റിക്കൽ ഫോമിൽ നമ്മളത് കറങ്ങുന്നു. അപ്പോൾ നമ്മൾ എൻറ്റയർ ആ ഒരു പാർട്ടിക്കിൾസ് കൺസിഡർ ചെയ്യുമ്പോൾ അത് ഈ ഒരു രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. ഓക്കെ, സർഫസ് വേവ്സ് ഓൾസോ നോൺ ആസ് റെയിലേ വേവ്സ് റെപ്രസെൻറ്റ് ആൻ ഓസിലേറ്റിംഗ് മോഷൻ ദാറ്റ് ട്രാവൽസ് അലോങ് ദ സർഫസ് ഓഫ് എ ടെസ്റ്റ് ബീറ്റ് ടു എ ഡെപ്ത് ഓഫ് 1 wavelength. Here velocity and wavelength are similar to shear waves. Surface waves can be used to detect surface breaking cracks in a test piece. കൂടുതലും സർഫസിലുള്ള ക്രാക്കുകൾ അല്ലെങ്കിൽ സർഫസിന് സബ് സർഫസ് കുറച്ച് താഴെയുള്ള ക്രാക്കുകൾ ഡിറ്റക്റ്റ് ചെയ്യുന്നതിനാണ് സർഫസ് വേവ്സ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ദെൻ ഈ കാണുന്ന എല്ലാം ആനിമേഷൻസ് ആണ്. നമുക്ക് ഈ കാണുന്നത് ലോങ്ങിറ്റ്യൂഡൽ വേവ്സ്, ട്രാൻസ്വേഴ്സ് വേവ് ഓർ ഷിയർ വേവ്, ദെൻ സർഫസ് വേവ്. അത് മൂന്നും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. അതിൽ നിങ്ങൾ സർഫസ് വേവ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും പാർട്ടിക്കിൾ മോഷൻ എങ്ങനെയാണ് എന്നുള്ള. ഒരു എലിപ്റ്റിക്കൽ സർക്കുലർ എന്ന് പറയുന്ന ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു മോഷൻ ഉണ്ടാവുക. ദെൻ ലാംബ് വേവ്സ്. ലാംബ് വേവ്സ് ആർ സിമിലർ ടു സർഫസ് വേവ്സ് എക്സെപ്റ്റ് ദാറ്റ് they can only be generated in materials a few wavelengths thick. അപ്പോൾ വളരെ തിന്നായിട്ടുള്ള പ്ലേറ്റുകളിൽ ഡെവലപ്പ് ചെയ്യുന്ന വേവ്സാണ് ലാംബ് വേവ്സ്. ലാംബ് വേവ്സ് ആർ കോംപ്ലക്സ് വൈബ്രേഷണൽ വേവ്സ് ദാറ്റ് പ്രൊപ്പഗേറ്റ് പാരലൽ ടു ദ ടെസ്റ്റ് സർഫസ് ത്രൂ ഔട്ട് ദ തിക്നെസ് ഓഫ് ദ മെറ്റീരിയൽ. നമുക്ക് നോക്കാം. എക്സാമ്പിളായിട്ട് ലാംബ് വേവ്സ് കാണിക്കാം. ഈ ഒരു രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവാണ് ലാംബ് വേവ്സ്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന രീതിയിൽ ഒരു ലാംബ് വേവ് ഉണ്ട്. ഇതും ഒരു ടൈപ്പ് ഓഫ് ലാംബ് വേവ് ആണ്. ഇവിടെ പാർട്ടിക്കിൾ മോഷൻ ഈ ഒരു രീതിയിൽ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നു. അപ്പോൾ ലാംബ് വേവ് ഈ ഒരു രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാകും ഇവിടെ ഈ ഒരു രീതിയിലാണ് അറേഞ്ച്മെൻറ്റ് വേവ് വരുന്നത്. ഇവിടെ ഈ ഒരു രീതിയിലാണ്. രണ്ട് ടൈപ്പ് ഓഫ് ലാംബ് വേവ്സ് ആണ്. Lamb waves are generated when wave hits a surface at an incident angle such that the parallel component of the velocity of the wave is equal to the velocity of the wave in the test material. Then lamb waves will travel several meters in steel and so are useful to scan plates, wires and tubes. അപ്പോൾ ലാംബ് വേവും സൂട്ടബിൾ ആയിട്ടുള്ളത് വളരെ തിക്നെസ് കുറഞ്ഞ പ്ലേറ്റോ വയറോ ട്യൂബോ ഉണ്ടെങ്കിൽ ലാംബ് വേവ്സ് യൂസ് ചെയ്യാം. ഇനി ലാംബ് വേവ്സിലും നമ്മൾ രണ്ട് ടൈപ്പ് ഉണ്ട്, സിമെട്രിക്കൽ ആൻഡ് അസിമെട്രിക്കൽ ഉണ്ട്. ഈ കാണുന്നതാണ് അസിമെട്രിക് ടൈപ്പ് ലാംബ് വേവ്സ്, ഈ കാണുന്നതാണ് സിമെട്രിക് ടൈപ്പ് ലാംബ് വേവ്സ്. ഇതാണ് നമ്മൾ ആദ്യം കണ്ടത്. അസിമെട്രിക്കും സിമെട്രിക്കും അതുതന്നെയാണ് ഇവിടെയും അസിമെട്രിക് ടൈപ്പും സിമെട്രിക് ടൈപ്പും. അപ്പോൾ രണ്ട് ക്രസ്റ്റുകൾ ഒരുമിച്ച് വരുമോ രണ്ട് ട്രഫുകൾ ഒരുമിച്ച് വരുമോ ചെയ്താൽ അസിമെട്രിക്. ഇനി ഒരു ക്രസ്റ്റും ഒരു
ട്രഫും ഈ ഒരു രീതിയിൽ വരികയാണെങ്കിൽ അത് സിമെട്രിക് ടൈപ്പ്. ഇപ്പോൾ ലാംബുവിൻ്റെ പ്രൊപ്പഗേഷനാണ് ഈ ഒരു രീതിയിൽ കാണുന്നത്, പാർട്ടിക്കിൾ മോഷനും. ദെൻ സിമെട്രിക്കൽ ലാംബ് വേവ് എന്ന് പറയുമ്പം മൂവ് ഇൻ എ സിമെട്രിക്കൽ ഫാഷൻ എബൌട്ട് ദ മീഡിയൻ പ്ലെയിൻ ഓഫ് ദ പ്ലേറ്റ്. ഈ കാണുന്ന രീതിയിലൊരു പ്രൊപ്പഗേഷൻ ഉണ്ടെങ്കിൽ സിമെട്രിക്കൽ വേവ് എന്ന് പറയും. അപ്പോൾ അവിടെ ഈ കാണുന്ന രീതിയിൽ ഒരു ക്രസ്റ്റും ഒരു ട്രഫും ഈ ഒരു രീതിയിലും, അതുപോലെ രണ്ട് ട്രഫുകൾ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലും, അല്ല ഒരു ട്രഫും ഒരു ക്രസ്റ്റും ഈ ഒരു രീതിയിലും. So this is sometimes called the extensional mode because the wave is stretching and compressing the plate in the wave direction. അതായത് ഇവിടെ ഒരു കംപ്രഷനും ഇവിടെ ഒരു സ്ട്രെച്ചിങ്ങും സംഭവിക്കുന്ന രീതിയിലാണ് സിമെട്രിക് ടൈപ്സ് ഓഫ് ലാംബ് വേവ്സ് ഉള്ളത്. ഈ കാണുന്നത് സിമെട്രിക് ആണ്, ഇത് അസിമെട്രിക് ടൈപ്പാണ്. ദെൻ അസിമെട്രിക് ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മളതിനെ ഫ്ലക്ഷ്വറൽ മോഡ് എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ ഈ കാണുന്ന രീതിയിൽ ഇതൊരു ട്രഫ് ക്രസ്റ്റാണ്, ഇതും ഒരു ക്രസ്റ്റാണ്, എഗെയിൻ ഇത് ട്രഫാണ്, ഇതൊരു ട്രഫാണ്. ട്രഫ് നമുക്ക് പറയാൻ സാധിക്കില്ല, എങ്കിലും ആ പീക്ക് നമ്മൾ വെച്ച് പറയുന്നു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ ഒരു കംപ്രഷനും ഈ ഒരു പോർഷനിലൊരു ടെൻസൈൽ ഫോഴ്സും സംഭവിക്കുന്ന രീതിയിലാണ് അസിമെട്രിക് ഉള്ളത്. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അൾട്രാസോണിക് ടെസ്റ്റിങ്ങിൽ യൂസ് ചെയ്യുന്ന ടെർമിനോളജീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.